മനസ്സിൽ ചെയ്യുന്നു. ശരീരം, മനസ്സ്, ശബ്ദം. ഇമാജിനേഷൻ ആണോ ബുദ്ധിക്കാണോ അഭിനയല്ല? അപ്പൊ എന്ത് കാര്യം സിനിമയിൽ വരുമ്പോൾ BGM ഇടുമ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം പിടിച്ചൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ മുഖത്ത് എന്നിട്ട് വേണം നമ്മൾ അത് അവതരിപ്പിക്കും. എഡിറ്റിങ്ങിനത് ക്രോപ്പ് ചെയ്തിട്ട് ഓരോ വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് മെയിനായിട്ട് നമ്മളെ ഷോർട്ട് ഫിലിം ബേസ് ആയിട്ടാണ് അത് ചെയ്യണത്. പിന്നെ ഇയാളെ കാണുമ്പോഴാണ് നിങ്ങളെ ബോഡി ആദ്യം കണ്ട ഞാൻ തന്നെ സാറേ ഞാനവിടെ എങ്ങനെയൊക്കെ ചെയ്തു തരുമ്പോ ഹലോ, ഞാനിപ്പം ഒരു ക്യാമ്പിൻ്റെ സ്ഥലത്തു നിന്നാണ് ഇപ്പം ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സന്തോഷാണ് ക്യാമ്പ് അറേഞ്ച് ചെയ്തത്. സന്തോഷിനും ടീമിനും ആദ്യം തന്നെ ഞാൻ നന്ദി പറയട്ടെ. ഈ ക്യാമ്പ് എനിക്ക് കുറേയേറെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി, പിന്നെ കുറേ സുഹൃത്തുക്കളെ കിട്ടി. ഇനിയും എനിക്കിത് തുടരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈമില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് വാല്യുബിളായി ഈ ക്യാമ്പ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. കാരണം സന്തോഷം വഴിയാണ് ഞാനിതിൽ വന്നത്. വളരെയേറെ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഈ മുഖം പിടിച്ച ക്യാമറാമാനോട് അതിലേറെ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് രജിൽ KP. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയാണ്. ഇതിനു മുൻപ് 2-3 ആക്ടിംഗ് വർക്ക്ഷോപ്പൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ നമ്മൾ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ലൈവായിട്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടതെന്നുള്ള നല്ലൊരു അവതരണമായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മേഖലകളെ അറിഞ്ഞും നിരീക്ഷിച്ചുമാണ് നമ്മൾ അഭിനയത്തിൽ എത്തിപ്പെടുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ തോന്നിയത്. നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും നമ്മൾ ലൈവിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുമാണ് നമ്മൾ ഒരു അഭിനയത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുക. നല്ലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനം. നമസ്കാരം, എൻ്റെ പേര് ജയ സന്തോഷ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വന്നത്. ഇത് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള ആക്ടിംഗ് ക്ലാസ് ആയിരുന്നു. അപ്പം നമ്മുടെ അഭിനയം വെച്ചിട്ടാണ് അവർ ഓരോ ക്യാരക്ടർക്ക് റോൾ കൊടുക്കുന്നത്. ഞാൻ പല ആക്ടിംഗ് ക്ലാസ്സിലും പോയിട്ടുണ്ട്, എങ്കിലും അത് കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് അതിൻ്റേതായ രീതിയിൽ അവർ ട്രെയിനിങ് എന്ന് നമ്മളെ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. സാറുമാരും ഡയറക്ടർ, പ്രൊഡ്യൂസർമാരെല്ലാം നല്ല ഇടപെടലാണ് നമ്മളോട്. നമ്മൾക്ക് പിന്നെയും വരാനായിട്ട് തോന്നും. അപ്പോൾ അവരുടെ ഫിലിമിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് എനിക്ക് അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം വേറെ എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. നല്ലൊരു ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടന്നത്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. സന്തോഷേൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ അസിസ്റ്റിംഗ് സന്തോഷേണ്ട നമുക്ക് മാക്സിമം നമുക്കിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഈ ദിവസം ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. നല്ലൊരു ക്യാമ്പാണ് എല്ലാ രീതിയിലും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സന്തോഷം കൊണ്ട് നമുക്കെല്ലാം വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമസ്കാരം, ഞാൻ കൃഷ്ണൻ. ഇതുപോലെ ചില ക്യാമ്പുകളിൽ ഇതിനു മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെയൊരു ക്യാമ്പ് ആദ്യമായിട്ടാണ്. എന്തായാലും വളരെ നല്ലൊരു അനുഭവം. പിന്നെ നമ്മുടെ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സകല കലാവല്ലഭൻ തന്നെയാണ്. അദ്ദേഹത്തിന് മലയാള സിനിമയുടെ ഒരു വാഗ്ദാനം എന്ന് നിസ്സംശയം പറയാം. ഈ സിനിമയ്ക്കും ഇതിൻ്റെ കുറിവിന് എല്ലാവർക്കും എല്ലാ ഭാഗവും താങ്ക് യു. ഞാൻ ഇസ്മായിൽ കൊയിലാണ്ടി. അഫീസ്ക്കായിട്ടുള്ള പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഉച്ച കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇതൊരു സങ്കടമായിട്ട് തോന്നുന്നു. രാവിലെ എത്തേണ്ടതായിരുന്നു. ഒരുപാട് സിനിമ പാഷനുമായി നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കാണാനിടയായി, അവരായിട്ട് പരിചയപ്പെടാനിടയായി. നല്ലൊരു അനുഭവമായിരുന്നു. തുടങ്ങാൻ പോകുന്ന ഈ ഷോർട്ട് മൂവിക്ക്
എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് നൗഫൽ വീട് മലപ്പുറമാണ്. ഈ ആക്ടിംഗ് ക്യാമ്പിനെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഒന്നും പറയാനില്ല, ഒന്നും നോക്കാനില്ല. അങ്ങനത്തെ ഒരു ആക്ടിംഗ് ക്യാമ്പാണ്. നമ്മുടെ സിൽവാൻ ടൈൽസ് എന്നൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പാർട്ണർ സിൽവാൻ മുസ്തഫ എന്ന് പറയും. മുമ്പ് അവരുടെ ഓരോ പ്രൊഡക്റ്റ് എടുത്ത് പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഡയലോഗ് പറയാറുണ്ട്, ഒന്നും നോക്കാനില്ല. ആ ഡയലോഗ് ഞാൻ ഇവിടെ കടയെടുത്ത് പറയാണ്, ഒന്നും നോക്കാനില്ല. നമ്മുടെ സൂപ്പർ ആക്ടിംഗ് ക്യാമ്പ്. ഒരുപാട് ആക്ടിങ് ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്, നടത്താറുണ്ട്. കാരണം നമ്മൾ കാശൊക്കെ കൊടുത്ത് അങ്ങോട്ട് കൊടുത്തതിന് ശേഷമൊക്കെയാണ് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ഉണ്ടാവുക. മാത്രമല്ല, ഒരു ഡയറക്ടറാണ് ഇതിൻ്റെ ശരിക്കായി ഒരു വീടിന് കുത്തരം എന്ന് പറയുന്ന സംഭവം പോലെ അത്രയും ഒരു അത്താണി ഡയറക്ടർ ടൈമിലാണ്. എല്ലാവരും ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് സമ്മതിച്ചു. പക്ഷേ ഒരു ഡയറക്ടറെ മനസ്സിലുള്ള സംഭവം നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു സംതൃപ്തി കിട്ടുന്ന സംഭവം ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട്. അതെല്ലാം അടങ്ങിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. എന്തായാലും ബിഗ് താങ്ക്സ് പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നല്ല അനുഭവമായിരുന്നു. എനിക്കിങ്ങനെ ഇതുവരെ ഒരു ട്രെയിനിങ് ക്യാമ്പ് കിട്ടിയിട്ടില്ല. 3-4 ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ട്രെയിനിങ് ക്യാമ്പായിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു അനുഭവമായിരുന്നു. സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി.